എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം വയനാടിൻ്റെ അവസ്ഥ. അതാണ് ഇന്ന് മലയാളികളെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക പ്രാർത്ഥനയല്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നതാണ്. ഈ ഒരു കാര്യത്തിൽ മലയാളികൾ ഒന്നടങ്കം തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ വയനാട്ടിലെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യുന്നുണ്ട്. ഭക്ഷണമായാലും വസ്ത്രമായാലും ബ്ലഡായാലും എന്തിനും മലയാളികൾ തയ്യാറാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് ഇതിനെ കരകയറാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഒരുപാട് തുക അവിടെ ആവശ്യമാണ്. റോഡ് പണിയാനാണെങ്കിലും ആ ഒരു ഗ്രാമത്തെ നമുക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്, പഴയതിനേക്കാൾ മനോഹരമാക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും ആവശ്യം പണമാണ്. അതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പലതരത്തിലുള്ള സംഭാവനകൾ ഇപ്പോൾ തന്നെ അവർ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ അതിലേക്ക് പണം അയക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ നടന്മാർക്കപ്പുറം നമ്മൾ കണ്ട് അവർക്ക് പണം നൽകിയ ചില താരങ്ങളുണ്ട്. അതായത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റ് ഭാഷകളിലെ നടന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ സൂര്യയും കാർത്തിയും ഒക്കെ നമുക്ക് സുപരിചിതരാണ്. അവർ മലയാളികളല്ലെങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പക്കത്തെ ഒരു പയ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പല സിനിമകളും നമ്മുടെ നാട്ടിൽ ഹിറ്റാണ്. എന്നാൽ അവർ നമുക്ക് വേണ്ടി എന്താണ് തന്നതെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഇവരുടെയൊക്കെ സിനിമ കണ്ടിട്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഒന്നാമത് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്, അത് ഇവർ ചിന്തിക്കുന്നില്ല. ഈ കുറ്റം പറയുന്നവർ നമ്മളെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ടെൻഷനും കുറ്റവും സങ്കടങ്ങളും എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് അവരോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചാരിറ്റി ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറം നമ്മുടെ പണം അവർ കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് ചോദിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് സൂര്യയുടെ ആ കുടുംബം. സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് 50 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചിയാൻ വിക്രം, നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെ അഭിനയിച്ച് തുടർന്ന അദ്ദേഹം പിന്നീട് തമിഴിലെ വമ്പൻ സ്റ്റാറായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് 20 ലക്ഷം രൂപയാണ് നൽകിയത്. ഇനിയുള്ളത് രാഷ്മിക മന്ദാനയെ കുറിച്ചാണ് പറയേണ്ടത്. അവർ 10 ലക്ഷം രൂപ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയനാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എല്ലാം അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും പല താരങ്ങളും ഇനിയും സംഭാവന ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ അറിഞ്ഞത് ഇവരുടെ 3 പേരുടെ കാര്യമാണ്. ഈ മൂന്ന് എന്ന് തന്നെ പറയാം. സൂര്യ, നമ്മുടെ കാർത്തി, നമ്മുടെ ജ്യോതിക, ഇവരുടെ ഒറ്റ ഇതിൽ നമുക്ക് കണക്കൂട്ടാം. അങ്ങനെ 3 ഫാമിലികൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ നല്ല മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പല താരങ്ങളും ചെയ്യട്ടെ. മലയാളികൾ പലതരത്തിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ അത് നമുക്ക് ആസ്വാദനത്തിന് നല്ലൊരു അവസരം അവർ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ അവർ നമുക്ക് തിരിച്ച് നമ്മൾ തകർന്നടിഞ്ഞപ്പോൾ നമ്മളെ തിരിച്ചും സഹായിച്ചു എന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.